ഇടയിൽ ഒരു വലിയ ദുരന്തം വന്നിരിക്കുകയാണ്, കൊറോണ. അപ്പോൾ എന്താ അത് കാരണം നമ്മളിവിടെ ലോക്ക്ഡൗണിൽ കിടക്കുവാണ്. പിന്നീട് എന്താണ്, ലോക്ക്ഡൗൺ കാരണം നമുക്ക് വെക്കേഷനിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ തുറക്കത്തില്ല, അങ്ങനത്തെ എന്തൊക്കെ ദുരന്തങ്ങളാണ് എന്താ. അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഒരു വെക്കേഷൻ പ്ലാൻ വിചാരിക്കും, പെട്ടെന്നൊരു ദുരന്തം വന്നു, കൊറോണ. അതോടെ നിങ്ങളുടെ വെക്കേഷൻ തീർന്ന് ഇവിടെ ഇങ്ങനെ അയ്യോ എന്തിനാണ് ഈ കൊറോണ വന്ന്, അങ്ങനത്തെ രീതിയിലാണ്. യെസ്, നമ്മളങ്ങനെയാണ്. നമ്മളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്തു, ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റി. അത് സംഭവിച്ചില്ല, നമ്മളിവിടെ ലോക്ക്ഡൗണിലാണ്. പിന്നെ ചിലവർ പറയണു ലോക്ക്ഡൗൺ ചിലപ്പോൾ നീറ്റാണ്, ചറിയുന്നുണ്ട്. പിങ്ക് പെബിൾസ്. ഓ ഹായ്, ഞാൻ അന്ന. എന്തായാലും അപ്പൊ ഇന്ന് നമ്മൾ കൊറോണയെ പറ്റി, കൊറോണയിൽ എന്ത് ചെയ്യാം, കൊറോണയുടെ ലോക്ക്ഡൗണിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. കൊറോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസീസാണ്. ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ കുറേ സിംറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സോർ ത്രോട്ട്, ചുമ, സ്നീസിങ്, അങ്ങനത്തെയൊക്കെ. ആ പനി കൂടുവാണെങ്കിൽ ദിശ നമ്പറിനെ വിളിക്കണം. ഇല്ലെങ്കിൽ നമ്മളിവിടെ എന്താണ് ക്വാറന്റീനിലിരിക്കണം. മറ്റുള്ളവർക്ക് പനി കൊടുക്കരുത്, വീട്ടിലുള്ളവർക്കും പോലും പനി കൊടുക്കരുത്, അങ്ങനെ ക്വാറന്റീനിലിരിക്കണം. ഇനി നമുക്ക് പനിയില്ലെങ്കിൽ നമുക്ക് ലോക്ക്ഡൗണിലിരിക്കാം. അപ്പം എന്ത്, എല്ലാവരും ഇപ്പോൾ ബോറടിച്ചിരിക്കുമായിരിക്കും കൊറോണയുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. നമ്മളിവിടെ ബോറടിച്ചിരിക്കുകയാണ് അല്ലേ ആനി? ഏട്ടനോ? ഏതേട്ടൻ? അപ്പൊ നമ്മളിന്ന് കുറച്ച് എന്താണ് ലോക്ക്ഡൗണിന്റെ സമയത്ത് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ആണ് പറയുന്നത്. ആദ്യത്തേത് നോ ബോൾ നമ്മളൊക്കെ ഉണ്ടാക്കിയ ഗെയിമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ബോൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടില്. എന്തുവാടി നോ ബോൾ ഓൺ ദ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ്, നോ ബോൾ ഓൺ ദ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോൾ എടുക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ മുകളിലോട്ട് തട്ടിക്കൊണ്ടിരിക്കണം. ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും എന്താണ് മുകളിലോട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം. ആരാണ് അത് താഴെ ഇടുന്ന അയാൾ ഔട്ടായിരിക്കും. കുറച്ചു പേര് മതി. പിന്നീട് ബോൾ ഓൺ ദ ബെഡ് ഓൺലി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഗെയിം ഉണ്ടാക്കിയത്. അതിൽ ബേസിക്കലി ഞാനും ആനിയും കൂടിയാണ് കളിക്കുന്നത്. ആനിക്കുട്ടി എന്താണ് ഇവിടെ ബെഡിലിരിക്കും. മുട്ടച്ചി ഈ മുട്ട ബെഡിലിരിക്കും. എന്നിട്ട് ഞാൻ തറയിൽ നിൽക്കും. അപ്പൊ ഈ മുട്ടച്ചി എന്താണ് ബോൾ അറിയുമ്പോ ഞാൻ പിടിക്കണം. ഞാൻ പിടിച്ചില്ലെങ്കിൽ ഞാനായിരിക്കും ബെഡിൻ്റെ അകത്ത് ഇരിക്കേണ്ടത്. ഇവൾക്ക് എങ്ങനെയാണ്, ഇവൾക്ക് എന്താണ് ബോൾ അറിഞ്ഞിട്ട് അത് പിടിക്കാൻ പോലും അറിഞ്ഞൂടെ. അതുകൊണ്ട് ഞാനാണ് കണ്ടിന്യൂസ് ആയി കളിക്കുന്നത്. എന്റെ പിന്നീട് നമുക്ക് ഡോഡ്ജ് ബോളയും കളിക്കാം. ഡോഡ്ജ് ബോൾ എന്തുവാണ് ഡോഡ്ജ് ബോൾ? ഞാൻ എങ്ങാണ്ട് യൂട്യൂബർ കളിക്കുന്നുണ്ട് ഡോഡ്ജ് ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങാണ്ട് എന്താണ് ഡോഡ്ജ് ബോൾ കളിച്ചപ്പോ അവര് ട്രാംപോലിനിൽ എന്താണ് ഈ ബോൾ ഉണ്ടല്ലോ, ബോൾ എടുത്തിട്ട് ആറ് പേര് ഒരു സൈഡ് രണ്ട് സൈഡ്, ഈ രണ്ട് സൈഡിലും ഇവിടെ ഏതെങ്കിലും ഒരു ടീമോ മറ്റേ ടീമിൽ ഒരാളെ ബോൾ വെച്ച് അടിച്ചെന്നല്ല ബോളിനിങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ആ ബോൾ ആ ടീം പ്ലെയറിനെ തട്ടുവാണെങ്കിൽ അയാൾ ഔട്ടാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഔട്ടല്ല. അങ്ങനെയാണ്. പിന്നീട് അതുപോലെയും കളിക്കാം. നിങ്ങൾ എന്താണ് കുറെ പേരുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനുണ്ട്, ആനിയുണ്ട്, അമ്മയുണ്ട്, അച്ചിയുണ്ട്, ദീപ്തി ചേച്ചിയുണ്ട്, ദീപച്ചൻ ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ടെങ്കിൽ ആനി ബെഡിൻ്റെ അകത്തിരിക്കും. പിന്നെ ബാക്കിയുള്ളവരെന്താണ് ഇങ്ങനെ സൈഡിലിരിക്കും. അപ്പൊ ഉണ്ട് ആനി ആരെയാണോ തട്ടണ അയാൾക്ക് ആ ബോൾ പിടിക്കാൻ പറ്റില്ലെങ്കിൽ, ഇപ്പൊ സപ്പോസ് ആനി എന്റെ വീട് ബോൾ അറിയണം, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല, പക്ഷെ എന്റെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ
ഞാൻ ഔട്ടായി. അതാണ് ഗെയിം. അടുത്തത് എന്താണ്? ട്രഷർ ബോളാണ്. ട്രഷർ ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെന്താണ് ഒരു ബോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ജംസിന്റെ ബോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ട്രഷർ ഇങ്ങനെ ഒളിപ്പിച്ചിരിക്കണം. ചിലപ്പോ പൈസ വേണ്ട, ഒരിക്കലും പൈസ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ ഞാൻ സപ്പോസ് ചെയ്യാൻ പോണത് ഞാൻ ഇത് വെക്കും. കാരണം ഇതെല്ലാം വേറെ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം ആ ബോളിൻ്റെ അത് ഇടണം. എന്നിട്ട് നിങ്ങൾ ആ ബോൾ പിടിക്കണം. വേണമെങ്കിൽ അതൊരു സാധാരണ ഇങ്ങനെ തട്ടുന്ന ബോളായാലും മതി. ആ ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഓടണം. വേണ്ട എന്താണ് ഞാനാണ് ബോൾ എടുത്തുകൊണ്ട് ഓടുന്നതെന്ന് വിചാരിച്ചത്. ആനി എൻ്റെ പുറകിൽ വരും, ബോൾ എടുക്കാൻ വരും. നീ എന്താ ചെയ്യണം? ആനി എൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുക്കാൻ വരും. ആനി ബോൾ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവളുടെ പുറകിലോട്ട് പോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. എന്നിട്ട് ഇത്രയും ഗെയിംസ് ഇപ്പൊ ഓർമ്മയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കളിക്കാം. നമ്മൾ ഇനിയും ഗെയിംസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ആ കളി റെയറായിട്ടാണ് കളിക്കുന്നത്. ഞാൻ ടി വിക്കടി നമ്മൾക്ക് ചാൻസ് ഒന്നും ഇല്ല. നമുക്ക് തമ്മിൽ ഒരുമിച്ച് ഇരുന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കാൻ പറ്റുന്നത് വളരെ റെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ഈ ഗെയിംസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കേണ്ട, വേറെ ഏതെങ്കിലും കളി കളിച്ചാൽ മതി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് സോറി, നോ കമന്റ്സ്. അപ്പോൾ ബൈ ബൈ, സീ യു. കൊണ്ട തട്ടിപ്പറിക്കുന്ന കളി ഇത് ചേച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കിട്ടിയ കൊന്തയാണ്. പിന്നെ ബൈ, സീ യു.